ഹലോ, അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 3 ദിവസത്തെ ഋഷികേശ് കാഴ്ചകൾക്ക് ശേഷം ഞാൻ നേരെ പോകുന്ന ഡൽഹിയിലേക്കാണ്. അപ്പൊ ഋഷികേശ് വ്ലോഗ് കാണാത്തവരേ ഉള്ളൂ, ഒന്ന് കണ്ടോളൂ. അതിൽ കുറ്റവും കുറവും എന്താന്ന് വെച്ചാൽ ഒന്ന് കമന്റിലൂടെ പറഞ്ഞോളൂ. കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ന്യൂ വ്ലോഗേഴ്സ് ആയിരിക്കും. നിങ്ങൾ പറയുന്ന ഓരോ കമന്റ്സിലൂടെ ആയിരിക്കും നമുക്ക് നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത് നേപ്പാളി ഫാം എന്ന് പറഞ്ഞ ഋഷികേശിലെ പ്ലേസ് ആണ്. ഇവിടെ നിന്നാണ് ഇന്റർ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള എല്ലാ ബസ്സും കിട്ടുന്നത്. ഞാൻ നേരെ ഡൽഹിക്കാണ് പോകുന്നത്. ഡൽഹിയിൽ ISBT എന്ന് പറഞ്ഞ പ്ലേസിലാണ് ഇറങ്ങിയത്. ഇവിടുന്ന് എന്റെ റൂംസ് ഒക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് കരോൾ ബാഗിലാണ്. അപ്പം ആദ്യത്തെ ദിവസം അവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ് ആയിരുന്നു, സരോജിനി മാർക്കറ്റ്. അങ്ങനെ കുറച്ച് മാർക്കറ്റുകളൊക്കെ ഒന്ന് പോയി. അപ്പൊ നാളെ ഞാൻ പോകുന്നത് ആഗ്ര ഫോർട്ട്, താജ്മഹൽ, അതുപോലെ തന്നെ മധുര. അതൊരു ട്രാവൽ ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കും. അവർ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും കരോൾ ബാഗ് എന്ന് പറഞ്ഞ പ്ലേസിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റൂം ബുക്ക് ചെയ്തത്. അപ്പൊ ഞാൻ പണിക്കേഴ്സ് എന്ന് പറഞ്ഞ ട്രാവൽ ഗ്രൂപ്പിന്റെ കൂടാണ് ഡൽഹി ടു ആഗ്ര പോകുന്നത്. അവർക്ക് കുറെ പാക്കേജുകളുണ്ട്, 1 ഡേ പാക്കേജുകളുണ്ട്, അങ്ങനെ പല ഡേറ്റ്സിലുള്ള പാക്കേജുകൾ വരുന്നുണ്ട്. ഡൽഹി ടു മണാലി, ഡൽഹി ടു ചാർധാം, ഡൽഹി ടു ആഗ്ര. അങ്ങനെ ഞാനിപ്പോ ഡൽഹി ടു ആഗ്ര 1 ഡേ പാക്കാണ് എടുത്തിരിക്കുന്നത്. അതിന് ട്രാവൽ ചാർജ് മാത്രം 1500 രൂപയാണ് വരുന്നത്. പിന്നെ പോകുമ്പോൾ ഉള്ള ഫുഡിന്റെ പൈസയും അതുപോലെ തന്നെ നമുക്ക് എൻട്രി ഫീസും എല്ലാം നമ്മൾ കയ്യിൽ നിന്ന് തന്നെയാണ് എടുക്കേണ്ടത്. ഏകദേശം രാവിലെ ഒരു 5:30 കൂടാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങുന്നതും ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് രാത്രി തിരിച്ചെത്തുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം നമ്മൾ ആ പോകുന്ന മുതൽ നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടാവും. നമുക്ക് അധികം തിരിയേണ്ട വരത്തില്ല. നല്ല രീതിയിൽ ഈ 3 പ്ലേസസും കാണാനും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാവൽ ഗ്രൂപ്പ് തന്നെ കേട്ടോ ഇത്. അപ്പൊ ആദ്യം പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് താജ്മഹലാണ്. അത് കഴിയുമ്പോൾ ആഗ്ര ഫോർട്ട് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക്. അവിടുന്ന് നമ്മൾ പോകുന്ന മധുരയിലേക്കായിരിക്കും. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ താജ്മഹൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 30 രൂപ ഷെയർ ഓട്ടോയിൽ വേണം നമുക്ക് വെസ്റ്റ് ഗേറ്റിലേക്ക് ചെല്ലാനായിട്ട്. അങ്ങനെ നമ്മൾ വെസ്റ്റ് ഗേറ്റ് എൻട്രിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നമ്മുടെ പാസ്സൊക്കെ എടുത്തിട്ടുണ്ടാവണം. അപ്പൊ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യും. ക്യാമറ അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ ബാഗിനുള്ളിലുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാറ്റും. പിന്നെ നേരെ പോകുന്നത് ആ കാണുന്ന കെട്ടിടത്തിന്റെ അകത്തോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് താജ്മഹൽ എന്ന് പറഞ്ഞ വെണ്ണക്കല്ലിൽ തീർത്ത ഒരു വലിയൊരു സൗധം നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും അകത്തുള്ള വെണ്ണക്കല്ലിൽ തീർത്ത ഒരു സൗധമാണ് പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ച് വരുന്ന ഈ ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങളും എല്ലാം കൂടിയും ചേർത്ത ഒരു സമുച്ചയം തന്നെയാണ് താജ്മഹൽ എന്ന് പറയുന്നത് ശരിക്കും. നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് താജ്മഹലിനെ
കുറിച്ചൊരു ബ്രീഫ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് നമ്മുടെ ഗൈഡ് പറഞ്ഞു തരും. അത് മാത്രമല്ല, നമുക്ക് അകത്ത് ചെല്ലുമ്പം ഇവരെ തന്നെ ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും, അവർ കൊണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുപ്പിക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് പതിയെ കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ള പോലെ കയറി ചെല്ലുന്നതനുസരിച്ച് നമുക്ക് താജ്മഹലിൻ്റെ ആ വെണ്ണക്കല്ലിൽ നിർമ്മിച്ച സൗധം പതിയെ പതിയെ കണ്ടു തുടങ്ങുന്നത്. 1983 യുനെസ്കോയുടെ പട്ടികയിൽ താജ്മഹലിനെ ഉൾപ്പെടുത്തിയത്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഏറ്റവും പ്രിയ പത്നിയായ മുംതാസ് മഹലിന് വേണ്ടി പണിത ഒരു സ്മാരകം തന്നെയാണ്. തന്റെ പ്രണയത്തിന്റെ ഒരു സൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം താജ്മഹലിനെ. AD 1631 ജൂൺ 17 തന്റെ 14ാമത്തെ കുട്ടിയായ ജഹനാറ ബേഗത്തിന് ജന്മം നൽകുന്ന സമയത്ത് മുംതാസ് മഹൽ മരണപ്പെട്ടത്. ഷാജഹാന് മറ്റ് ഭാര്യമാരുണ്ടെങ്കിലും അധികം അറ്റാച്ച്ഡും അതുപോലെ തന്നെ പ്രിയ പത്നി എന്ന് പറയുന്നത് ഈ മുംതാസ് മഹലായിരുന്നു. അപ്പൊ മരണ സമയത്ത് മരിക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ എൻ്റെ മരണത്തിന് ശേഷം മറ്റാരെയും കല്യാണം കഴിക്കരുത്, അതുപോലെ തന്നെ നമ്മുടെ പ്രണയത്തിനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്മാരകം പണിയണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം മരിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ താജ്മഹലിന്റെ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഷാജഹാൻ. അങ്ങനെ ഒരു ഏകദേശം 1632 തൊട്ട് 1653 അങ്ങനെ 22 വർഷങ്ങൾ എടുത്താണ് താജ്മഹൽ എന്ന് പറഞ്ഞ സ്മാരകം പൂർത്തിയാക്കിയതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ വെള്ളക്കല്ലിൽ തീർത്ത സൗധത്തിനകത്താണ് മുംതാസ് മഹലിന്റെയും അതുപോലെ തന്നെ ഷാജഹാന്റെയും ശവകുടീരം, അതായത് ഖബർ അടക്കിയിരിക്കുന്നത്. 1648 ആദ്യം ഒരു അടിസ്ഥാന ശവകുടീരം പണിതീർത്തു. പിന്നീടുള്ള 5 വർഷം കൊണ്ടാണ് ബാക്കി ഉദ്യാനവും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചത്. ആ നടുക്ക് കാണുന്ന സൗധത്തിന് 4 ഭാഗങ്ങളിലായിട്ട് 4 മിനാരങ്ങളുണ്ട്. ആ മിനാരങ്ങൾ എന്ന് പറയുന്നത് അതായത് വലിയ പില്ലേഴ്സ് പോലെ കാണുന്നത്. അപ്പം അത് 4ഉം പുറത്തോട്ട് തള്ളിയാണ് നിൽക്കുന്നത്. ഇവിടെ ഭിത്തിയില് ഫ്ലോറൽ വർക്സിന്റെ കൊത്തുപണിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുറാനില് എന്തൊക്കെയോ അച്ചടികള് കൊത്തുപണി ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ക്യാമറ അലൗഡ് അല്ല, പക്ഷെ നമുക്ക് ആ കൊത്തുപണിയൊക്കെ നമുക്ക് തൊട്ട് നോക്കി ഫീൽ ചെയ്യാൻ പറ്റും. ഈ മിനാരത്തിന് മുകളിൽ ജനാല പോലെ കവാടങ്ങളുണ്ട്. അപ്പൊ ബാക്കിലൂടെ പോകുന്നത് യമുന നദിയാണ് കേട്ടോ. സാധാരണ ഓരോ ശവകുടീരങ്ങൾ എന്ന് പറയുന്ന ഉദ്യാനങ്ങളുടെ തൊട്ട് നടുക്കാണെങ്കിൽ ഇത് ഉദ്യാനമൊക്കെ കഴിഞ്ഞ് ഏറ്റവും ബാക്കിലായിട്ടാണ് ഈ കെട്ടിടം വരുന്നത്. അപ്പൊ യമുന നദിയുടെ ബാക്ക് വശത്തേക്ക് നോക്കിയാൽ നമുക്ക് ആഗ്ര ഫോർട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇത് ആഗ്ര ഫോർട്ടിലെ ഒരു പ്ലേസ് ആണ്. ഏറ്റവും അവസാന സമയമായപ്പോഴത്തേക്ക് ഔറംഗസീബ് ഷാജഹാനെ കോട്ടത്തടങ്കിലാക്കിയായിരുന്നു. അപ്പൊ ആ ആളുടെ ആ തടങ്കിലാക്കിയ പ്ലേസിൽ നിന്ന് ഇതുപോലെ ജനാല അഴികളിലൂടെ നോക്കിക്കഴിഞ്ഞാല് താജ്മഹൽ കാണാൻ പറ്റും. ശരിക്കും ഇതാണ് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്ന ഒരു കാര്യമാട്ടോ. അദ്ദേഹം ഈ അഴിക്കുള്ളിലൂടെയാണ് താജ്മഹൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, മരണത്തിന്റെ അവസാന സമയമായപ്പോ തന്റെ മകളായ ജഹനാറയുടെ അടുത്ത് തന്റെ പത്നിയുടെ സമീപത്ത് തന്നെ ഖബർ അടക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ സൗധം നിർമ്മിച്ചിരിക്കുന്നത് ബ്ലൂ വീൽഡ് മാർബിളും അതുപോലെ തന്നെ കെട്ടിടങ്ങളിലൊക്കെ റെഡ് സാൻഡ് സ്റ്റോണും പല പല വൈഡൂര്യങ്ങളും രത്നങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം പല പല രാജ്യങ്ങളിൽ നിന്നും ആർക്കിടെക്ചേഴ്സും ശില്പിമാരും പല സ്ഥലങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരൊക്കെ ആയിരുന്നു. ഉസ്താദ് അഹമ്മദ് ലാഹോറി ആയിരുന്നു മെയിൻ ആയിട്ട് ഉള്ള ശില്പി എന്ന് പറയുന്നത്. രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരുന്നത് ഇങ്ങനെയാണ്: കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി. അപ്പൊ എന്റെ ഈ ചെറിയ താജ്മഹൽ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഓൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരും, അതുകൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് പോവാ. അപ്പൊ ബൈ.